യർമുഖ് യുദ്ധരണാങ്കണം. AD 636 റോമക്കാരും മുസ്ലിങ്ങളും തമ്മിൽ സിറിയയുടെയും ജോർദാന്റെയും അതിർത്തിയിൽ യർമുഖ് നദിയുടെ കരയിൽ നടന്ന യുദ്ധം. വിജയം മുസ്ലിം സൈന്യത്തിന്. പക്ഷേ ശത്രുക്കളുമായി കടുത്ത പോരാട്ടം നടന്നു. ചില സ്വഹാബാക്കൾക്ക് ഭീകരമായ മുറിവുകൾ പറ്റി. മറ്റു ചിലർ രക്തസാക്ഷികളാവുകയും ചെയ്തു. ശത്രുക്കളുടെ വെട്ടേറ്റു മരണത്തോട് മല്ലിടുന്ന ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു, അയ്യാശ് റളിയല്ലാഹു അൻഹു മുറിവിന്റെ കാഠിന്യത കൊണ്ട് ഉച്ചത്തിൽ വിളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നാമനായ ഹാരിസ് റളിയല്ലാഹു അൻഹു വെള്ളം ആവശ്യപ്പെടുകയാണ്. വെള്ളവുമായി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ തന്റെ അടുത്ത് വെട്ടേറ്റു വീണ് കിടക്കുന്ന രണ്ടാമനായ ഇക്രിമയുടെ വെള്ളത്തിന് വേണ്ടിയുള്ള ദയനീയ നോട്ടം. തനിക്കാവശ്യമുണ്ടെങ്കിൽ തന്റെ സഹോദരനായ ഇക്രിമയിലേക്ക് ആംഗ്യം കാണിക്കും. ഇക്രിമയുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ തൊട്ടടുത്തു കിടന്ന് കിടക്കുന്ന മൂന്നാമൻ അയ്യാശ് ദയനീയമായി വെള്ളത്തിനു വേണ്ടി നോക്കുന്നുണ്ട്. മൂന്നാമനിലേക്ക് കൊടുക്കാൻ ആംഗ്യം കാണിച്ചതനുസരിച്ച് മൂന്നാമന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അദ്ദേഹം രക്തസാക്ഷിയായി കഴിഞ്ഞിരുന്നു. തിരിച്ചു രണ്ടാമന് കൊടുക്കാം എന്നു കരുതി മടങ്ങി വരുമ്പോൾ രണ്ടാമനും ഒന്നാമനും രക്തസാക്ഷികളായി. നോക്കൂ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളുടെ വെട്ടേറ്റ് രക്തം വാർന്നു മരിക്കാൻ കിടക്കുമ്പോഴും തന്നെക്കാൾ തന്റെ സഹോദരനെ പരിഗണിക്കാനുള്ള മനസ്സ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത നന്മയുടെ മുഖങ്ങളായ അനുചരവൃന്ദം. അതേ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജന്മദിനത്തിൽ നമുക്കും ഈ മാതൃക പിന്തുടരാം. യഥാർത്ഥ പ്രവാചക സ്നേഹികളായി മാറാം.